എറണാകുളം ചോറ്റാനിക്കരയിലെ വീട്ടിൽ മുറിവിൽ ഉറുമ്പരിക്കുന്ന നിലയിൽ അർദ്ധനഗ്നയായി കാണപ്പെട്ട ഒരു 19-കാരി. അവൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ആദ്യം മുതൽ ദുരൂഹത നിലനിന്ന കേസിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് അറസ്റ്റിലായി. തലയോലപ്പറമ്പ് സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയെ മർദ്ദിച്ചെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. വധശ്രമവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റിലായ അനൂപിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറയുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചെന്ന് സമ്മതിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. മറ്റൊരു യുവാവുമായി പെൺകുട്ടിക്ക് സൌഹൃദമുണ്ടെന്ന സംശയമാണ് മർദ്ദനത്തിന് കാരണം. ശ്വാസം മുട്ടിക്കുവാനും ശ്രമിച്ചു. ഇതിൽ മനംനൊന്താണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് അനൂപ് പോലീസിന് നൽകിയ മൊഴി. ബലാത്സംഗം, വധശ്രമം എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പീരുമേട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസും തലയോലപ്പറമ്പിൽ 2 ആക്രമണ കേസും അനൂപിനെതിരെ നിലവിലുണ്ട്. 1 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. അനൂപിനെതിരെ പരിസരവാസികൾ നേരത്തെയും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പയ്യൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ പയ്യൻ വണ്ടി വട്ടം വെക്കുകയും വണ്ടി മാറ്റി എനിക്ക് പോകണമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇവനായിട്ട് കയർക്കുകയും കോർക്കുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള മറ്റ് ഒരു 3-4 പേര് കൂടി ചെന്നു. അത് അങ്ങനെ ഇവരെല്ലാവരെയും കൂടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയത്. ചോറ്റാനിക്കരയിലെ വീട്ടിനുള്ളിൽ ഞായറാഴ്ചയാണ് പോക്സോ കേസിലെ ഇരയായ 19-കാരിയെ അവശനിലയിൽ കണ്ടെത്തിയത്. കൈയിലെ മുറിവിൽ ഉറുമ്പരിച്ച നിലയിലായിരുന്നു. ശനിയാഴ്ച രാത്രി അനൂപ് വീട്ടിൽ വന്നതിന് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. സുഹൃത്തിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. വീട് മാറിയത് എനിക്ക് പേടിച്ചിട്ട് തന്നെയാണ്. എനിക്ക് ഭക്ഷണത്തിൽ പോലും ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ കണ്ടില്ലേ എൻ്റെ വീടും സ്വത്തും പണവും എല്ലാം അവൾക്കുള്ളതാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ന്യൂസ് 18 കൊച്ചി.